Yo, what's up, guys? രാവിലെ വർക്കിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ആ സാധനം എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത്. സോ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. യെസ് ഗായ്സ്, വേറൊന്നുമല്ല, നമുക്ക് ആമസോണിൽ നിന്ന് ഒരു ബോക്സ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ആ ബോക്സ് നമുക്ക് എല്ലാവർക്കും കൂടെ അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് എന്താന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. സോ വെറുതെ ടൈം കളയാതെ നമുക്ക് നേരെ അൺബോക്സിലോട്ട് പോവാം. ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് APPEKAZZ. It's me, APPEKAZZ here. I'm back. Guys, ഇത് വലിച്ചു കീറുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ടേ. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. യെസ് ഗൈസ്, നമുക്കിതെന്നാ അൺബോക്സ് ചെയ്യാം അല്ലേ. സോ കത്രി എടുത്ത് ഇച്ചിരി വലുപ്പം കൂടി പോയി, എന്നാലും കുഴപ്പമില്ല. യെസ്, നമുക്കിത് വലിച്ചു കീറാം കേട്ടോ. എന്റെ മോനെ. ഓക്കെ, സംഭവം അൺബോക്സ് ആയിട്ടുണ്ട്. അൺബോക്സ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഞാനൊരു വലിയ ബോക്സും ഒരു ചെറിയ ബോക്സും കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ആ വലിയ ബോക്സ് എന്താന്ന് നോക്കാം. എന്റെ മോനെ, യെസ് ഗൈസ്, ടാക്ട്രോണിക്സിന്റെ ഒരു ഹെഡ്ഫോൺ ആണ്. അത് വയർലെസ് ഹെഡ്ഫോൺ ആണ്. ഇവൻ എന്താണെന്നും ഒരു കിടുക്കാച്ച സാധനം കേട്ടോ. ഇവന്റെ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലോട്ട് വരാം. ഇപ്പൊ ഇവനെ നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ആ ചെറിയ ബോക്സിലും വേറെ ഒന്നല്ല ഗൈസ്, ഒരു ഓഡിയോ ഡിവൈസ് തന്നെയാണ്. ഒരു കിടുക്കാച്ചി ആങ്കറിന്റെ ഒരു ഹെഡ്ഫോൺ ആണ്. അതും എന്റെ മോനെ, ഈ മാസം ഫുള്ള് ഹെഡ്ഫോണിന്റെ ചാകരയാണല്ലോ. വേറെ ഐറ്റം ഉണ്ട് ഗൈസ്. ഇത് PUBG കളിക്കാനായിട്ട് ഞാൻ നൈസായിട്ട് മേടിച്ച ഫിംഗർ സ്ലീവ് ആണ്. പിന്നെ ഒരു സ്പ്രേ, ആക്സിന്റെ ഒരു സ്പ്രേ. മോനെ ഇങ്ങോട്ട് കിടുക്കാച്ചി. ഇനി കുറച്ചുനാൾ കുളിച്ചില്ലേലും കുഴപ്പമില്ല. ഗൈസ്, വേറൊന്നും കിട്ടിയിട്ടില്ല അതിന്റെ കൂട്ടത്തില്. ഗൈസ്, ഇത്രയും സാധനത്തിനെല്ലാം കൂടെ ഇവിടുത്തെ ഒരു 350 ദിറംസ് വില, നാട്ടിലൊരു 7000 രൂപ അടുത്ത് വരെ വരുന്നുണ്ട് ഇത്രയും സാധനത്തിന്. സോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഒരു അൺബോക്സിങ് നടത്തുന്നുണ്ട്. യെസ്, നമ്മുടെ ആങ്കറിന്റെ ആ ഹെഡ്സെറ്റ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. സോ നമുക്കെന്നാ ആ ഹെഡ്ഫോൺ അൺബോക്സിലോട്ട് പോവാം. അപ്പൊ മച്ചന്മാരെ, നമ്മള് നേരത്തെ അൺബോക്സ് ചെയ്ത വലിയ ബോക്സിലെ ഒരു മിന്നും താരം ഇവനാകട്ടോ. യെസ് ഗൈസ്, ആങ്കറിന്റെ Soundcore Live P2. നമ്മള് ആങ്കറിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയണ്ട. ആങ്കർ എന്ന് പറഞ്ഞ USA ബേസ്ഡ് കമ്പനിയാണ്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രീമിയം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഡിയോ ഡിവൈസുകൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓഡിയോ ഡിവൈസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഡിവൈസ് കമ്പനിയാണ് ഈ ആങ്കർ എന്ന് പറയുന്നത്. എല്ലാ രാജ്യത്തും ഇവരുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. സോ നല്ല സീൽഡ് ആയിട്ടുള്ള ഒരു പക്ക ബോക്സിലാണ് ഇത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഹെഡ്ഫോണും ചെയ്യുന്ന പോലെ തന്നെ ഇതിന് സ്ക്രാച്ച് കോഡും ഉണ്ട്. സോ നമുക്ക് ഇവനെ അങ്ങ് ഡയറക്റ്റ് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊന്ന് നോക്കണ്ടേ ഗൈസ്. ഞാനപ്പോൾ അതിന്റെ സീലെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. സോ ആങ്കറിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ച ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയൽ ലീഡിങ് ടെക്നോളജി, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ്. യെസ് ഗൈസ്, ഇതിനകത്ത് ഈച്ച് ആൻഡ് എവറി പാർട്സും സിഗ്നേച്ചർ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് മെയ്ഡ് ചെയ്തേക്കുന്നതാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു പക്ക ക്ലാരിറ്റി എല്ലാ ഭാഗത്തും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഞാൻ ആങ്കറിന്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആദ്യം കിട്ടിയത് കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്. അതിനകത്ത് ഫസ്റ്റ് തന്നെ കണക്ഷൻ പേപ്പർ, പിന്നീട് കിട്ടിയ ഒരു പേപ്പർ. അത് എല്ലാത്തിലും നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഒരു സൗണ്ട് എങ്ങനെയാണ് അതിന്റെ സൗണ്ട് എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ പേപ്പർ എന്താണെന്നുള്ളത്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ള ഒരു സിഗ്നേച്ചർ പേപ്പർ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ കിട്ടിയ കുറച്ച് സെറ്റപ്പ് പേപ്പറും
പിന്നെ യൂസർ മാനുവലും വാറണ്ടി കാർഡും ഇതൊക്കെയാണ് പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. നമുക്ക് അത് സാധനങ്ങളൊക്കെ മാറ്റി വെക്കാം. സോ ഇതിനകത്തുണ്ടായിരുന്ന ഒരു ബോക്സ് ഇതാണ്, ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. നമ്മുടെ ഇയർഫോൺ വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അവർ ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൈസ് ഇത് ടൈപ്പ് സി ചാർജിങ് ആട്ടോ, ഒരു പ്രീമിയം ഫീച്ചറാണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറേ ടൈപ്സ് ഓഫ് ഇയർ ബഡ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇയറിനനുസരിച്ച് അത് സെക്യൂർ ഫിറ്റിന് വേണ്ടി കുറച്ച് ഇയർ ബഡ് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം മച്ചന്മാരെ, നമുക്ക് നമ്മുടെ ഇയർഫോണിന്റെ ഈ കേസ് ഒന്ന് അൺബോക്സ് ചെയ്യാം. വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കാന്നാണ് ഞാൻ ഈ ഇയർഫോൺ അൺബോക്സ് ചെയ്തത്. സോ ഗൈസ്, ഹൈപ്പ് കൊടുക്കേണ്ട ഒരു കിടക്കാച്ച ഐറ്റമാണ്. അത് ഞാൻ പറയാൻ കാരണം നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് വരാം. അപ്പം മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ ഐറ്റം, ആങ്കർ സൗണ്ട് കോർ ലൈഫ് P2. ഒരു പക്ക മെയ്റ്റ് ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് അവർ ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ കിങ് ഫീച്ചേഴ്സ് എന്നൊക്കെയാന്ന് നോക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, സൗണ്ടിന്റെ കാര്യത്തിൽ ആങ്കർ യാതൊരു കോംപ്രമൈസും നടത്തിയിട്ടില്ല. ഇൻഡസ്ട്രിയൽ ലീഡിംഗ് എക്സ്പെർട്ട്ലി ട്യൂൺഡ് ഗ്രാഫിൻ ഡ്രൈവർ ആണ് അവരുടെ സൗണ്ടിന് യൂസ് ചെയ്തേക്കുന്നത്. 4 മൈക്കും ലേറ്റസ്റ്റ് CVC 8.0 സപ്പോർട്ട് ചെയ്യുന്ന ഇതിന് ബെറ്റർ വോയിസ് കോൾ ക്വാളിറ്റി ഉണ്ട്. ബ്ലൂടൂത്തിന്റെ ഏറ്റവും പുതിയ വേർഷൻ 5.0 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പുഷ് ആൻഡ് ഗോ ടെക്നോളജി, മോണോ ആയിട്ട് സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാം. കൊൽക്കത്തിന്റെ APTX കോഡിക്ക് സപ്പോർട്ട് ചെയ്യും. ബാസഫ് ടെക്നോളജി ഉണ്ട്. ഒറ്റ ചാർജിൽ 7 മണിക്കൂർ വരെ നമുക്ക് ചാർജ് ചെയ്യാം. കേസിന്റെ സഹായത്തോടെ 40 മണിക്കൂറും. IPX7 ഫുള്ളി വാട്ടർ പ്രൂഫ് ഡിസൈൻ ആണ്. 1 മണിക്കൂർ യൂസ് ചെയ്യാൻ 10 മിനിറ്റ് കുത്തിയിട്ടാൽ മതി ഗൈസ്. ഓൾ വെതർ കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കാഴ്ച ഐറ്റമാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഓരോ പാർട്സ് നോക്കുവാണ്. ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ടിപ്ഡ്, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന പോലെ ഗ്രാഫിൻ ഡ്രൈവർ ട്യൂൺഡ് ബൈ ആഡിയോ എക്സ്പെർട്ട് ടെക്. അത് എഞ്ചിനീയേഴ്സ് ട്യൂൺ ചെയ്ത ഗ്രാഫിൻ ഡ്രൈവർ ആണ്. പിന്നെ ഇതിനകത്ത് കാണുന്ന കണക്ടർ ആണ്. ഒറ്റ ചാർജിൽ 7 മണിക്കൂർ അത് യൂസ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ടച്ച് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഇതൊരു സോഫ്റ്റ് ബട്ടൺ ആണ് ഗൈസ്. ഇതാണ് നമ്മുടെ 4 മൈക്കിലെ ഫസ്റ്റ് മൈക്ക്. ഇവിടെ കാണുന്ന സെക്കൻഡ് മൈക്ക്, നോയ്സ് ഐസൊലേഷന് വേണ്ടിയിട്ട് സെക്കൻഡ് മൈക്ക്. പിന്നെ ഈ കാണുന്നത് അതിന്റെ LED ഇൻഡിക്കേറ്റർ ആണ്. ഇത് IPX7 വാട്ടർ പ്രൂഫ് ബോഡിയാണ്, ഫുള്ളി വാട്ടർ പ്രൂഫ് ബോഡിയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് സി പോർട്ടാണ് കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 700 mAh കപ്പാസിറ്റി ഉള്ള ബിഗ് ബാറ്ററി, ലാസ്റ്റ് അപ് ടു 14 hours. ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 1.5 മണിക്കൂറാണ്. എന്റെ മോനെ, ഇനി പറ ഗൈസ്, ഇവന് നല്ലൊരു ഹൈപ്പ് കൊടുക്കേണ്ട ഐറ്റം തന്നെയല്ലേ? അല്ലേ ഗൈസ്? ഒരു ചെറിയ ഫാക്ടർ വിട്ടുപോയിട്ടുണ്ടല്ലേ? എന്നാലേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. യെസ് ഗൈസ്, പ്രൈസ്. എന്താണ് ഇതിന്റെ പ്രൈസ്? ഞങ്ങൾ ഇത് മേടിക്കുമ്പം ഇതിന്റെ പ്രൈസ് 135 ദിറംസ് ആണ് ആമസോണിൽ. സോ ഇവിടെ 135 ദിറംസിന് ഇത് ഇവിടെ അവൈലബിൾ ആണ്. നാട്ടില് ഇതേ സാധനം ഫ്ലിപ്കാർട്ടിലുണ്ട്, പക്ഷെ അത് കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. 4000 രൂപയാണ് നാട്ടിലെ ഇതിന്റെ വില. സോ മച്ചന്മാരെ, ഈ സാധനം എനിക്ക് വേണ്ടി മേടിച്ചതല്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ കസിന് വേണ്ടി മേടിച്ചാണ്. സോ ക്രെഡിറ്റ് മൊത്തം പുള്ളിക്കാണ്. സോ താങ്ക് യു. കൃത്യസമയത്താണ് നിങ്ങളെ കണ്ടത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി അഥവാ എപ്പോഴെങ്കിലും മറന്നു പോയാ എന്നെ ഓർമ്മിപ്പിക്കണേ. അപ്പൊ മച്ചന്മാരെ, നമുക്ക് പ്രൈസ് കിട്ടി, സ്പെസിഫിക്കേഷൻ നിങ്ങൾ കേട്ടു. ഇനി പറ, ഒരു ഹൈപ്പിന് അർഹനല്ല ഇവൻ? യെസ് ഗൈസ്, ഞാൻ കണ്ട എല്ലാ റിവ്യൂസിലും ഇവൻ ഒരു ഹൈപ്പിന് അർഹൻ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയ ടെസ്റ്റും കൂടെ, നോർമൽ എല്ലാ ഹെഡ്ഫോണിലും നടത്തുന്ന പോലെ നമുക്ക് ആ സൗണ്ട് ടെസ്റ്റും കൂടെ നടത്തിയിട്ട് വരാം. നമുക്ക് ആദ്യം അതിന് മൊബൈൽ എടുത്ത് നമ്മൾ ഈ മൊബൈലിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ ശ്രമിക്കുക, എങ്ങനെയുണ്ടോ സൗണ്ട് എന്നുള്ളത്. നിങ്ങൾ സൗണ്ട് ഒന്ന് കേട്ട് നോക്കുക, എൻ്റെ മൈക്ക് വഴി ഒന്ന് കേൾപ്പിക്കാൻ ശ്രമിക്കുക. എത്രമാത്രം എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ബ്ലൂടൂത്ത് ഓൺ ആക്കുക, സെർച്ച് ചെയ്യുക, അപ്പം ഇതിന്റെ പേര് കാണിക്കും. ആ പേരിൽ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യുക, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. എപ്പോൾ നിങ്ങൾ ബോക്സിൽ നിന്ന് ബഡ് തിരിച്ചെടുക്കുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുഷ് ആൻഡ് ഗോ ടെക്നോളജിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സ്പീഡിൽ ഇത് പെയർ ആകുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു പാട്ട് ഞാൻ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്ന് കേട്ട് നോക്കി ഈ പാട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. എനിക്കറിയില്ല ഗൈസ് എത്രമാത്രം നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെന്ന്, പക്ഷെ ഞാൻ ചെവി വെച്ചിട്ട് അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. കിടുക്കാച്ചിയാ. നമുക്കിതൊന്ന് മാറ്റി ഇനി ഇതിനകത്ത് വെച്ച് നോക്കാം കട്ടാകുന്നുണ്ടെന്ന് കേട്ടോ ഗൈസ്. അപ്പം ബോക്സിനകത്ത് വെച്ചപ്പോഴും പാട്ട് പ്ലേ ചെയ്തോണ്ടിരിക്കുവാണ്. നമുക്കിതൊന്ന് അടച്ചു നോക്കാം. യെസ്, കട്ടായി ഗൈസ്. നമ്മൾ ആ ബോക്സ് അടച്ചപ്പം
കട്ടായി. ബോക്സ് തുറന്നു നോക്കാം, കണക്റ്റ് ആകുന്നില്ല. സോ എനിക്ക് തോന്നുന്നു ഇതിനകത്തുനിന്ന് ബട്ട് എടുക്കണം, അതായിരിക്കും പുഷ് ആൻഡ് കോ ടെക്നോളജി അവർ പറയുന്നത്. ബട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. കണക്റ്റ് ആയി. യെസ് ഗൈസ്, കണക്റ്റ് ആയി ഗൈസ്. വളരെ സ്പീഡിൽ അത് പെയർ ആയിട്ടുണ്ട്. നമ്മൾ പെയർ ആയ ഡിവൈസ്, ലാസ്റ്റ് പെയർ ആയ ഡിവൈസിൽ വളരെ സ്പീഡിൽ അത് കണക്റ്റ് ആവുന്നുണ്ട്. സോ മച്ചാമാരെ, ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താറുണ്ട്, ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ടച്ച് അല്ല, സോഫ്റ്റ് ബട്ടൺ ആണ്. സത്യമാണോ ഈ പറയുന്നത്? സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കാരണം IPPEKAZZ വാട്ടർ പ്രൂഫ് ആണ്, അതുകൊണ്ട് ടച്ചിനേക്കാൾ ഏറ്റവും ബെറ്റർ ബട്ടൺ ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൺ ആണ് കേട്ടോ. സോ നമ്മൾ ഈ ഇത് അൺബോക്സ് ചെയ്തപ്പോഴത്തേനും നമുക്ക് ഏകദേശം ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ മച്ചമാരെ, എന്നോടൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ, ഞാനത് വെച്ചപ്പോൾ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല. അതുപോലെ ബാസ് ടെക്നോളജി ഒരു രക്ഷയില്ല, പക്കാണ്. പിന്നെ 4 മൈക്കിന്റെ വോയിസ് ക്വാളിറ്റി, ഇതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ. സോ നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ഇല്ല, ടൈം ഉണ്ടല്ലോ. എന്തായി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.